ഫെയർലാൻഡ് കാട്ടിൽ നേരം പുലരുകയായിരുന്നു. കോഴി കൂവാൻ തുടങ്ങിയതേ ഉള്ളൂ. ഇത് കേട്ട് പുൽച്ചാടി കണ്ണു തുറന്നു. ഈ കോഴി എത്ര പറഞ്ഞാലും കേൾക്കില്ല. അവൻ ചാടി കോഴിയുടെ അടുത്തേക്ക് എത്തി. എന്റെ കോഴിച്ചേട്ടാ, എല്ലാ ദിവസവും ഇങ്ങനെ ഉച്ചത്തിൽ കൂവി എല്ലാവരെയും ഉറക്കത്തിൽ നിന്ന് ഉണർത്തുന്നത് എന്തിനാ? എല്ലാവരും രാവിലെ എഴുന്നേറ്റ് അവരവരുടെ ജോലികൾ ചെയ്യാൻ. അങ്ങനെ വരുമ്പോൾ അവരവരുടെ ദിനചര്യകൾ ശരിയായിരിക്കും. എല്ലാവരുടെയും ജോലിയെക്കുറിച്ച് നിനക്ക് ഇത്രയും അധികം ഉത്കണ്ഠയുണ്ടെങ്കിൽ പിന്നെ നീ എന്തിനാ അവരെ ഉണർത്തുന്നത്? എന്തുകൊണ്ട് നിനക്ക് അവരുടെ ജോലികൾ സ്വയം ചെയ്യാൻ പാടില്ലേ? ഇത് കേട്ടപ്പോൾ കോഴിക്ക് ദേഷ്യം വന്നു. അത് കണ്ടപ്പോൾ പുൽച്ചാടിയും ചിരിച്ചു. എന്നിട്ട് അവിടെ നിന്നും പറന്നുപോയി. അതേസമയം ഒരു കൂട്ടം ഉറുമ്പുകൾ തലയിൽ ധാരാളം ധാന്യങ്ങൾ വഹിച്ചുകൊണ്ട് അവരുടെ കൂട്ടിലേക്ക് നടക്കുകയായിരുന്നു. നമ്മൾ ഭക്ഷണം തേടി പുറത്തു പോകുമ്പോൾ നമ്മുടെ മാളം അത്ര അകലെയായി തോന്നാറില്ല. പക്ഷേ നമ്മൾ തിരിച്ചെത്തുമ്പോൾ അവിടേക്കുള്ള യാത്ര എത്ര നീണ്ടതായി തോന്നുന്നത് എന്തുകൊണ്ടാണ്? അപ്പോൾ ഉറുമ്പുകളുടെ റാണി പറഞ്ഞു, എടാ വിഡ്ഢി, വഴി നീളം കൂടുന്നതല്ല, നീ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ വെറും കൈയോടെയല്ലേ ഇറങ്ങുന്നത്. അതുകൊണ്ടാണ് വഴി എളുപ്പത്തിൽ കടക്കാൻ കഴിയുന്നത്. പക്ഷേ തിരിച്ചു വീട്ടിലേക്ക് മടങ്ങുമ്പോൾ നമ്മുടെ തലയിൽ ഭക്ഷണത്തിന്റെ ഭാരമുണ്ട്. അതുകൊണ്ടാണ് വഴി നമുക്ക് വളരെ ദൂരം കൂടിയതായി തോന്നുന്നത്. ഇത് കേട്ട് കുഞ്ഞിനുറുമ്പ് എന്തോ ചിന്തയിലായി. എന്നിട്ടിങ്ങനെ പറഞ്ഞു, ആ, ചിലപ്പോൾ അങ്ങനെയായിരിക്കും. എല്ലാ ഉറുമ്പുകളും അവരുടെ മാളത്തിനു സമീപം വന്നു നിന്നു. എന്നിട്ട് അവരവരുടെ തലയിലുള്ള ധാന്യങ്ങൾ അവിടെ വെച്ചു. നിങ്ങളിത് ഇവിടെ വെച്ചതെന്താ? ഈ ധാന്യങ്ങളെ കൂട്ടിന്റെ അകത്തേക്ക് ആര് കൊണ്ടുപോകും? ഇവയെല്ലാം എടുത്തുകൊണ്ട് പോകേണ്ട എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. അവയെ ഉരുട്ടി ദ്വാരത്തിലേക്ക് എറിയാമല്ലോ. അങ്ങനെ ചെയ്യരുത്. നീ എന്താ പറയുന്നത്? അപ്പോൾ അവിടെ പുൽച്ചാടി പറന്നെത്തി. എന്നിട്ട് അവന്റെ 2 കൈകൊണ്ട് ഓരോ ധാന്യങ്ങൾ എടുത്തു. ഇതെന്താണ് കാണിക്കുന്നത്? ഏയ്, ഒന്നുമില്ല. ഞാൻ നിങ്ങളുടെ ഭാരം ഒന്ന് കുറച്ചു തരികയായിരുന്നു. എടാ നീ നിക്കടാ. പെട്ടെന്ന് പുൽച്ചാടി 2 ധാന്യങ്ങളും എടുത്തുകൊണ്ട് പറന്നുപോയി. അവൻ തട്ടിയെടുത്ത ധാന്യങ്ങൾ കൊണ്ടുവന്ന 2 ഉറുമ്പ് സഹോദരിമാരുടെ മുഖം വിളറി നിരാശയിലായി. ഈ പുൽച്ചാടി ഇതെന്താണ് ഈ കാണിച്ചത്? ഞാനും എന്റെ സഹോദരിയും ഇനി എന്ത് കഴിക്കും? നിങ്ങൾ വിഷമിക്കണ്ട. നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ. എല്ലാ ഉറുമ്പുകളുടെയും ധാന്യത്തിൽ നിന്നും കുറേശ്ശെ നിങ്ങളും കഴിച്ചോളൂ. ആർക്കും ആഹാരം കുറഞ്ഞതായി തോന്നുകയില്ല. നിങ്ങളുടെ വയറും നിറയും. റാണി, വളരെ വളരെ നന്ദിയുണ്ട്. ഉറുമ്പുകൾ അവരുടെ ആഹാരം കഴിച്ചു. എന്നിട്ട് വിശ്രമിക്കുവാൻ തുടങ്ങി. മറ്റൊരിടത്ത് തട്ടിയെടുത്ത ധാന്യം പുൽച്ചാടി ആസ്വദിച്ച് കഴിക്കാൻ തുടങ്ങി. ഹായ്, മോഷ്ടിച്ച് കഴിക്കുന്ന ആഹാരത്തിന് എന്ത് രുചിയാണ്! അടുത്ത ദിവസം കുറെ ഉറുമ്പുകൾ ഒരുമിച്ച് ചേർന്ന് അവരുടെ ചുമലിൽ സ്ട്രോബെറിയും ചുമന്നുകൊണ്ട് വരികയായിരുന്നു. ഉറുമ്പ് റാണി അവരുടെ മുന്നിൽ നടന്നു. ഉറുമ്പ് സംഘം അവരുടെ കൂടിന്റെ അടുത്തേക്ക് എത്താറായപ്പോൾ പുൽച്ചാടി അവിടെ പറന്നു വന്നു. ആഹാ, ഇന്ന് നല്ല സ്ട്രോബെറി തിന്നാൻ കിട്ടുമല്ലോ. പുൽച്ചാടി രഹസ്യമായി വന്ന് സ്ട്രോബെറി തിന്നാൻ തുടങ്ങി. ഹായ്, എന്ത് നല്ല സ്വാദാണ്! അങ്ങനെ രസിച്ച് പുൽച്ചാടി സ്ട്രോബെറി പതുക്കെ തിന്നാൻ തുടങ്ങി. എന്നാൽ അവരുടെ ആഹാരം പുൽച്ചാടി തിന്നുന്ന കാര്യം ഉറുമ്പുകൾ അറിഞ്ഞതേയില്ല. അവർ മുന്നോട്ട് നടന്നുകൊണ്ടേയിരുന്നു. എന്റെ സഹോദരി, ഈ സ്ട്രോബെറിയുടെ ഭാരം കുറഞ്ഞു വരുന്നത് എങ്ങനെയാണ്? ആ, അതാണ് എനിക്കും മനസ്സിലാവാത്തത്. ഇതെങ്ങനെയാണ് ഈ ഭാരം കുറഞ്ഞു വരുന്നത്? ഉറുമ്പുകൾ പരസ്പരം സംസാരിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നുകൊണ്ടേയിരുന്നു. അപ്പോൾ റാണി തിരിഞ്ഞുകൊണ്ടിങ്ങനെ പറഞ്ഞു, നിങ്ങളെന്താ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടുവരുന്നത്? തിരിഞ്ഞു നോക്കുമ്പോൾ ഉറുമ്പുകളുടെ ചുമലിൽ സ്ട്രോബെറിയുടെ തോല് മാത്രമേ ഉള്ളൂ എന്നവൾ കാണുന്നു. ബാക്കി മുഴുവനും ആ പുൽച്ചാടി തിന്നുകഴിഞ്ഞിരുന്നു. എടാ ദുഷ്ട, നീ പിന്നെയും ഞങ്ങളുടെ ആഹാരം മുഴുവൻ തിന്നു തീർത്തോ? അയ്യോ, ഞാൻ നിങ്ങളുടെയൊക്കെ ഭാരം കുറച്ചു തന്നതല്ലേ. ശരിക്കും നിങ്ങൾ എനിക്കാ നന്ദി പറയേണ്ടത്. ഇത്രയും പറഞ്ഞുകൊണ്ട് അവൻ നാണമില്ലാതെ പറന്നുയർന്നു പോയി. ഇന്ന് പകുതി പേർക്ക് മാത്രമേ ഈ ഒരു സ്ട്രോബെറി കഴിക്കാൻ കഴിയൂ. ഇന്ന് നമ്മളിൽ പകുതി പേർ പട്ടിണി കിടക്കേണ്ടി വരുമല്ലോ. ഉറുമ്പുകൾക്ക് ഇപ്പോൾ പുൽച്ചാടിയോട് വലിയ ദേഷ്യം തോന്നി. പുൽച്ചാടി ഉറുമ്പുകളെ ശല്യപ്പെടുത്തുന്നത് ആസ്വദിക്കാൻ തുടങ്ങി. ഇന്ന് ഉറുമ്പുകൾ എന്താ കൊണ്ടുവരുന്നതെന്നൊന്ന് പോയി നോക്കാം. അല്ല പിന്നെ. അവൻ ഉറുമ്പൻ കൂടിന്റെ അടുത്തെത്തിയപ്പോൾ ഉറുമ്പ് റാണി ഉറുമ്പുകളോട് ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയായിരുന്നു. ഈ പുൽച്ചാടി നമ്മുടെ ജീവിതം കഷ്ടപ്പാടിലാക്കിയിരിക്കുകയാണ്. നമ്മൾ എത്ര കഷ്ടപ്പെട്ടാണ് ആഹാരം കണ്ടെത്തിക്കൊണ്ടുവരുന്നത്. അതിനെ അവൻ നിസ്സാരമായി തട്ടിയെടുത്തു കൊണ്ടുപോകുന്നു. അതേ റാണി, ആ പുൽച്ചാടി കാരണം കഴിഞ്ഞ 3 ദിവസമായി നമ്മൾ പട്ടിണി കിടക്കുകയല്ലേ. നമുക്ക് ആ പുൽച്ചാടിയോട് യുദ്ധം ചെയ്യാനൊന്നും കഴിയില്ല. പക്ഷെ നമുക്ക് നമ്മുടെ ഭക്ഷണം സംരക്ഷിക്കാൻ കഴിയും. അതെങ്ങനെയാണ്?
നമുക്ക് നമ്മുടെ ഈ കൂടിന് പകരം പുതിയൊരു കൂട്ടിൽ ഭക്ഷണം സൂക്ഷിക്കാൻ തുടങ്ങാം. അപ്പോൾ പുൽച്ചാടിക്ക് അതിനെക്കുറിച്ച് അറിയാൻ സാധിക്കില്ല. ആഹാ, കൊള്ളാമല്ലോ. ഈ മണ്ടന്മാർ എന്നിൽ നിന്നും അവരുടെ ഭക്ഷണം ഒളിപ്പിക്കുവാൻ ശ്രമിക്കുകയാണല്ലോ. ഒരു കുഴപ്പമില്ല, അവരെല്ലാം സൂക്ഷിച്ചു വെക്കട്ടെ. അവർ ഭക്ഷണവുമായി പുതിയ കൂട്ടിലെത്തുമ്പോ ഞാൻ അകത്ത് കയറി അവരെ അത്ഭുതപ്പെടുത്തും. പുൽച്ചാടി വളരെ സന്തോഷവാനായിരുന്നു. എല്ലാ ഉറുമ്പുകളും അവരുടെ പുതിയ വഴി തേടി പോയി. പുൽച്ചാടി രഹസ്യമായി അവരുടെ പിന്നാലെ പോയി. ഉറുമ്പുകൾ നടന്ന് നടന്ന് ഒരു തോട്ടത്തിലെത്തി. അത് ഞാവൽപ്പഴത്തോട്ടമായിരുന്നു. കൊള്ളാമല്ലോ, ഇത്രയും അധികം ഞാവൽപ്പഴങ്ങളോ? ഇപ്പോൾ ഒരെണ്ണം തിന്നാൽ അത് മാത്രമേ തിന്നാൻ സാധിക്കൂ. ഈ ഉറുമ്പുകൾ കുറേ ഞാവൽപ്പഴങ്ങളും എടുത്തുകൊണ്ട് അവരുടെ രഹസ്യ സങ്കേതത്തിലേക്ക് എത്തട്ടെ. ഇവർ കഴിക്കാൻ വരുന്നതിന് മുൻപ് തന്നെ ഞാൻ അതിനകത്ത് കടന്നിരിക്കും. എന്നിട്ട് ചിരിച്ചുകൊണ്ട് പറയും, സർപ്രൈസ്. ഉറുമ്പുകൾ അവരുടെ തലയിൽ ഓരോ ഞാവൽപ്പഴവും ചുമന്നുകൊണ്ട് വരിവരിയായി അവരുടെ പുതിയ സങ്കേതത്തിലേക്ക് നടന്നു തുടങ്ങി. പുൽച്ചാടി രഹസ്യമായി അവരുടെ പുറകെ പോയി. എന്നെ ഇന്ന് പറ്റിക്കാന്ന ഈ പാവം മണ്ടന്മാർ കരുതിയിരിക്കുന്നത്. ഇവർക്ക് എന്തറിയാം? കുറെ ദൂരം നടന്നതിനു ശേഷം ഉറുമ്പുകൾ അവരുടെ പുതിയ കൂട്ടിലേക്ക് എത്തിച്ചേർന്നു. എന്നിട്ട് ഓരോരുത്തരായി അതിന്റെ അകത്തേക്ക് കയറി തുടങ്ങി. ഇപ്പോൾ ആ കൂട്ടിനുള്ളിൽ 10-15 ഞാവൽപ്പഴങ്ങൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി നല്ല രസമായിരിക്കും. അടുത്ത 15 ദിവസത്തേക്കുള്ള ആഹാരം ഇന്ന് തന്നെ കിട്ടും. അകത്ത് കയറിയ ഉടനെ ഞാൻ വിളിച്ചും പറയും, സർപ്രൈസ്. ഇതും പറഞ്ഞുകൊണ്ട് പുൽച്ചാടി ഉറുമ്പുകൂട്ടിനകത്തേക്ക് പറന്നിറങ്ങി. പക്ഷേ അതിനകത്തെത്തിയപ്പോഴേക്കും അവന്റെ ചിരി മാഞ്ഞുപോയി. അവൻ അന്തം വിട്ടു നോക്കി നിന്നു. അവിടെ എല്ലാ ഉറുമ്പുകളും നിരന്നു നിൽക്കുന്നുണ്ടായിരുന്നു. ഏറ്റവും മുന്നിലായി ഉറുമ്പുകളുടെ റാണി. അവരുടെ അടുത്ത് ഒരു പക്ഷിക്കുഞ്ഞുണ്ടായിരുന്നു. അത് പുൽച്ചാടിയെ കൊതിയോടെ തിന്നാനായി നോക്കി നിന്നു. ഉറുമ്പുകൾ എല്ലാവരും കൂടി ഒന്നിച്ചു വിളിച്ചു പറഞ്ഞു, സർപ്രൈസ്. ഇത് കേട്ട ഉടനെ പക്ഷി പുൽച്ചാടിയുടെ അടുത്തേക്ക് പറന്നു ചെന്നു. എന്റെ അമ്മേ! പുൽച്ചാടി അവന്റെ ജീവനും കൊണ്ട് പറന്നുയർന്നു. പക്ഷി അവന്റെ പുറകെയും. ഈ ഉറുമ്പുകൾ ഭയങ്കര ബുദ്ധിയാണല്ലോ പ്രയോഗിച്ചത്. ഞാൻ കരുതിയിരുന്നത് ഞാൻ അവർക്ക് സർപ്രൈസ് കൊടുക്കുമെന്നായിരുന്നു. അവർ തിരിച്ചെനിക്കാണല്ലോ സർപ്രൈസ് തന്നത്. ഇതൊക്കെ കണ്ട് ഉറുമ്പുകൾ പൊട്ടിച്ചിരിച്ചു. പുൽച്ചാടിയും പക്ഷിയും ഉറുമ്പുകളുടെ കണ്ണിൽ നിന്നും മാഞ്ഞുപോയി. ദൈവം നമ്മളെ രക്ഷിച്ചു. നിങ്ങളുടെ ബുദ്ധിശക്തി കൊണ്ട് ഈ പുൽച്ചാടിയിൽ നിന്നും ഞങ്ങൾക്ക് രക്ഷ കിട്ടിയിരിക്കുന്നു. അതേ മക്കളെ, നമ്മുടെ ബുദ്ധി നമ്മൾ ശരിയായി ഉപയോഗിച്ചാൽ ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ നിന്ന് പോലും നമുക്ക് രക്ഷ നേടാൻ കഴിയും. ഇത് കേട്ട് എല്ലാ ഉറുമ്പുകളും തലയാട്ടി. എന്നിട്ട് എല്ലാവരും ഒരുമിച്ച് ഞാവൽപ്പഴം കഴിക്കാൻ തുടങ്ങി.